بسم الله الرحمن الرحيم സൂഫിസവും ഇസ്ലാമിക നിയമങ്ങളും ചിലർക്ക് സൂഫിസത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. ഇത് ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒന്നാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ശരീഅത്ത്, അതായത് ഇസ്ലാമിക നിയമങ്ങൾ സൂഫിസത്തിന്റെ അടിസ്ഥാന ശിലയാണ്. ഒരു സൂഫിക്ക് ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതം നിർബന്ധമാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ അടിസ്ഥാന കർമ്മങ്ങളും അവർ കൃത്യമായി അനുഷ്ഠിക്കും. ശരീഅത്ത് ഒരു കപ്പലിന്റെ ആന്തരിക ഘടന പോലെയാണെങ്കിൽ ത്വരീഖത്ത്, ആത്മീയ പാത, അതിൻ്റെ യാത്രയാണ്. ഈ യാത്രയുടെ ആത്യന്തിക ലക്ഷ്യം ഹഖീഖത്ത്, ദിവ്യസത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ശരീഅത്തിനെ അവഗണിച്ച് ഹഖീഖത്തിലെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് സൂഫികൾ കർശനമായ മതാനുഷ്ഠാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. സൂഫിസത്തിലെ സ്നേഹം സൂഫിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. ദിവ്യസ്നേഹമാണ് ഇഷ്ഖ് ഹഖീഖി. സാധാരണ സ്നേഹത്തിനപ്പുറം അള്ളാഹുവുമായുള്ള തീവ്രമായ പ്രണയബന്ധമാണ് സൂഫികളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും അള്ളാഹുവിൻ്റെ പ്രതിഫലനമായി അവർ കാണുന്നു. റൂമി, ഹാഫിസ് തുടങ്ങിയ പേർഷ്യൻ കവികളുടെ കവിതകൾ ഈ ദിവ്യാനുരാഗത്തെ മനോഹരമായി വർണ്ണിക്കുന്നവയാണ്. ഈ സ്നേഹം മനുഷ്യരെ മറ്റുള്ളവരോട് കരുണയും ദയവുമുള്ളവരാക്കി മാറ്റുന്നു. അവർ പ്രവാചകർ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെയും സ്നേഹത്തെയും ആഴത്തിൽ പിന്തുടരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.